ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തോൺവെയ്റ്റിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ തോൺവെയ്റ്റ് എന്ന് പറയുന്ന വ്യക്തി അമേരിക്കൻ ക്ലൈമറ്റോളജിസ്റ്റ് ആണ്. 1889 മുതൽ 1963 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ക്ലൈമറ്റോളജിസ്റ്റ് ആണ് ചാൾസ് വാരൻ തോൺവെയ്റ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് 1931 പിന്നീട് പല വർഷങ്ങളിലും ഇതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നോർത്ത് അമേരിക്കയുടെ ഒരു ക്ലൈമറ്റിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് അതൊരു ഗ്ലോബൽ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിലേക്ക് മാറ്റം വരുത്തിയെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 1931 ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്കീം വരുന്നത്. പിന്നീട് 1933 ഇത് ഗ്ലോബൽ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിലേക്ക് മാറ്റപ്പെടുന്നു. ദെൻ 1948 വീണ്ടും സെക്കൻഡ് സ്കീം ഓഫ് ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ വരുന്നു. ദെൻ അത് 1955 വീണ്ടും ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തോൺവെയ്റ്റിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനെക്കാളും വളരെയധികം കോംപ്ലക്സ് ആണ്, ഇംപീരിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് എന്നുള്ളതാണ് മറ്റുള്ളതിൽ നിന്നും തോൺവെയ്റ്റിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ ഇദ്ദേഹവും ക്ലൈമറ്റിക് റീജൻസിൻ്റെ ഒരു ബൗണ്ടറീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ബേസിക്സിൽ തന്നെയാണ് നടത്തിയതെങ്കിലും കോപ്പൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനെക്കാളും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധാരണക്കാർക്ക് അത്രയധികം മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് തോൺവെയ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷൻ ക്രൈറ്റീരിയയുടെ അപ്പുറത്തേക്ക് പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ് ആൻഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പം ആദ്യം അദ്ദേഹം പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പം ഒരു പ്രദേശത്തിലെ പ്രസിപ്പിറ്റേഷൻ്റെ അളവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ്സിൻ്റെ ഒരു റേഷ്യോ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നു. അതായത് 11.5 ഇൻറ്റു P/T മൈനസ് 10 ഇൻറ്റു 10/9 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 11.5ഉം ഈ 10/9ഉം ഒക്കെ തന്നെ ഈ ഒരു ഫോർമുലയെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡെക്സ് റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ടും അദ്ദേഹം കൊണ്ടുവന്നതായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, 11.5ഉം 10/9ഉം ഒക്കെ ഇത്തരത്തിൽ കൊണ്ടുവന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ P എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മീൻ മന്ത്ലി പ്രസിപ്പിറ്റേഷൻ ആണ്. ഓക്കെ, അത് ഇഞ്ചസിലാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ T എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മന്ത്ലി ടെമ്പറേച്ചർ ആണ്, അത് ഡിഗ്രി ഫാരൻഹീറ്റിലാണ് അദ്ദേഹം മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഓരോ മാസത്തിൻ്റെയും ഈ P/E റേഷ്യോ കണ്ടുപിടിക്കും. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ്സിൻ്റെ റേഷ്യോ അദ്ദേഹം കണ്ടുപിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം P/Eൻ്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അവിടെ P/Eൻ്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സം ഓഫ് ഓൾ 12 months P/E റേഷ്യോസ്. P/E ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ ഇൻഡിവിജ്വൽ മാസത്തിൻ്റെയും പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ആ പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ് റേഷ്യോയുടെ ആകെത്തുകയാണ് ഇവിടെ P/E ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിലെ 12 മാസങ്ങളുടെയും P/E റേഷ്യോ കണ്ടുപിടിക്കും. P/E റേഷ്യോ എന്ന് പറയുമ്പം അവിടെ മീൻ മന്ത്ലി പ്രസിപ്പിറ്റേഷൻ്റെ അളവും അതുപോലെ തന്നെ മീൻ മന്ത്ലി ടെമ്പറേച്ചറും കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ അദ്ദേഹം അത് കണ്ടുപിടിച്ചതിന് ശേഷം P/E റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം 12 മാസങ്ങളുടെയും P/E റേഷ്യോയുടെ ആകെത്തുകയാണ് P/E ഇൻഡെക്സ് എന്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ P/E ഇൻഡെക്സിൻ്റെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ 5 പ്രധാനപ്പെട്ട പ്രൊവിൻസുകളെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, തോൺവെയ്റ്റ് 5 പ്രധാനപ്പെട്ട ഹ്യൂമിഡിറ്റി റീജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിലൊന്ന് വെരി ഹ്യൂമിഡ് റൈൻ ഫോറസ്റ്റ്, ഹ്യൂമിഡ് ഫോറസ്റ്റ്, സെമി ഹ്യൂമിഡ് ഗ്രാസ് ലാൻഡ്, സെമി ഡ്രൈ സ്റ്റെപ്പി ആൻഡ് ഡ്രൈ ഡെസേർട്ട് എന്ന് പറയുന്ന 5 പ്രധാനപ്പെട്ട
ഹ്യൂമിഡിറ്റി റീജൻസിനെയാണ് തോൺവെയ്റ്റ് ഈ ഒരു പ്രസിപ്പിറ്റേഷൻ PE ഇൻഡെക്സ് വഴി കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ PE ഇൻഡെക്സിന്റെ വാല്യൂ അതിനനുസരിച്ചുള്ള ഹ്യൂമിഡിറ്റി പ്രൊവിൻസ് ഏതാണ്, അവിടെ വരുന്ന വെജിറ്റേഷൻ ഏതാണ് എന്നുള്ളത് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും തോൺവെയ്റ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ നിന്നും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഹ്യൂമിഡിറ്റി പ്രൊവിൻസും വെജിറ്റേഷനും P/E ഇൻഡെക്സിന്റെ വാല്യൂം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് നമ്മളെ അറേഞ്ച് ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതായത് വെജിറ്റേഷൻ നമുക്ക് തരും, P/E ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹ്യൂമിഡിറ്റി പ്രൊവിൻസ് ചെയ്തിട്ട് തന്നിട്ട് P/E ഇൻഡെക്സ് അറേഞ്ച് ചെയ്യാൻ പറയാം സാധ്യതയുണ്ട്. അല്ലെങ്കിൽ P/E ഇൻഡെക്സ് തന്നിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി പ്രൊവിൻസോ വെജിറ്റേഷനോ ഐഡന്റിഫൈ ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ A എന്ന് പറയുന്നത് വെറ്റ് ആണ്, വെജിറ്റേഷൻ അവിടെ കാണപ്പെടുന്നത് റൈൻ ഫോറസ്റ്റ് ആണ്, P/E ഇൻഡെക്സ് എന്ന് പറയുന്നത് 127 ആണ്. B ഹ്യൂമിഡ് ആണ്, വെജിറ്റേഷൻ ഫോറസ്റ്റ് ആണ്, 64 to 127 വരെയാണ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. ബിലോ 16 ആണെങ്കിൽ ഡെസേർട്ട് റീജൻ ആയിരിക്കും. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ബിലോ 16 ആണെന്നുണ്ടെങ്കിൽ എറിഡ് ആയിട്ടുള്ള റീജൻ ആണ്, ഡെസേർട്ട് റീജൻസ് ആയിരിക്കും. ഇനി 16 to 31 വരെയൊക്കെ മഴ ലഭിക്കുന്ന അല്ലെങ്കിൽ P/E ഇൻഡെക്സ് ഉള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പി റീജൻ ആണ്, ഡി സെമി എറിഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി പ്രൊവിൻസിലാണ് അത് വരുന്നത്. സി സബ് ഹ്യൂമിഡ് ആണ്, ഗ്രാസ് ലാൻഡ് റീജൻ ആണ്, 32 മുതൽ 63 വരെയാണ് P/E ഇൻഡെക്സ് വരുന്നത്. സോ 16 to 31, 32 to 63, 64 to 127, ദെൻ 127 എബോയാണ് റൈൻ ഫോറസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. ദെൻ ഇതിന്റെ സീസണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓരോ സീസൺസിലും എങ്ങനെയാണ് പ്രസിപ്പിറ്റേഷന്റെ എമൗണ്ട് വരുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ 5 ഹ്യൂമിഡിറ്റി പ്രൊവിൻസിനെ വീണ്ടും 20 സബ് ക്ലാസസ് ആയിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓരോ റീജിയണിലും ഉള്ള മഴയുടെ പ്രസിപ്പിറ്റേഷന്റെ അളവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് ഓരോ സിമ്പിൾസ് അദ്ദേഹം യൂസ് ചെയ്യാണ്. ഇപ്പം എല്ലാ സീസണിലും റെയിൻഫാൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിനെ സ്മോൾ ആയിട്ടുള്ള 6 ലെറ്റർ കൊണ്ട് കാണിക്കുന്നു. ഇനി സമ്മർ സീസണിൽ റെയിൻഫോൾ കുറവുള്ള സ്ഥലങ്ങൾക്ക് എസ് എന്ന് പറയുന്ന ഒരു സ്മോൾ ലെറ്റർ കൊടുക്കുന്നു. ദെൻ വിന്റർ സീസണിൽ റെയിൻഫോൾ കുറവുള്ള സ്ഥലങ്ങൾക്ക് ഡബ്ല്യുവും, അതുപോലെ തന്നെ റെയിൻഫോൾ ഡെഫിഷ്യൻറ്റ് ഇൻ ഓൾ സീസൺസിൽ ഡി എന്ന് പറയുന്ന സ്ഥലവും ഡി എന്ന ലെറ്ററും കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് P/E ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ 5 ഹ്യൂമിഡിറ്റി പ്രൊവിൻസുകൾ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. ആ 5 ഹ്യൂമിഡിറ്റി പ്രൊവിൻസുകളെ വീണ്ടും 20 സബ് ക്ലാസസ് ആക്കിയിട്ട് മാറ്റുന്നു. ഈ 20 സബ് ക്ലാസസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? സീസണൽ ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷന്റെ ഡിസ്ട്രിബ്യൂഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പോൾ സീസണൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രസിപ്പിറ്റേഷനെ അദ്ദേഹം 4 കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എല്ലാ സീസണിലും ഒരു അത്യാവശ്യത്തിന് മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾക്ക് സ്മോൾ r കൊണ്ട് അദ്ദേഹം സിമ്പിൾ കൊടുത്തു. ദെൻ സ്മോൾ എസ് എന്ന് പറയുന്നത് സമ്മർ സീസണിൽ റെയിൻഫോൾ കുറവുള്ള സ്ഥലങ്ങൾ, ദെൻ വിന്റർ സീസണിൽ റെയിൻഫോൾ കുറവുള്ള സ്ഥലങ്ങളെ സ്മോൾ ഡബ്ല്യു കൊണ്ടും, ദെൻ എല്ലാ സീസണിലും മഴ കുറവുള്ള സ്ഥലങ്ങളെ ഡി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ കൊണ്ടുമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 20 ക്ലാസസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. AR, AS, AW, AD, BR, BS, BW, BD, CR, CS, CW, CD, DR, DS, DW, DD, ER, ES, EW and ED. അപ്പോൾ ഇത്രയുമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ AR എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ A എന്ന് പറയുന്നത് വെറ്റ് ആണ്. സ്മോൾ r എന്ന് പറയുന്നത് എന്താ? എല്ലാ സീസണിലും അഡിക്വേറ്റ് ആയിട്ട് മഴ ലഭിക്കുന്ന വെറ്റ് റീജൻസിനെയാണ് അദ്ദേഹം AR എന്തുകൊണ്ട് അർത്ഥമാക്കിയത്. ഇനി AS ആണെങ്കിൽ A എന്ന് പറയുന്നത് എന്താ? വെറ്റ് ആണെന്ന് നമുക്കറിയാം. അവിടെ സ്മോൾ എസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സമ്മർ സീസണിൽ മാത്രം മഴയുടെ കുറവ് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ, സമ്മർ സീസണിൽ മഴ കുറവ് ലഭിക്കുന്ന വെറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ AS എന്തുകൊണ്ട് അർത്ഥമാക്കുന്നു. അതേപോലെ തന്നെ BR എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? B എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ സീസണിലും മഴ അത്യാവശ്യത്തിന് ലഭിക്കുന്ന ഹ്യൂമിഡ് റീജൻസിനെ അദ്ദേഹം BR എന്തുകൊണ്ടും സൂചിപ്പിച്ചു. അങ്ങനെ ഇത്തരത്തിൽ പ്രസിപ്പിറ്റേഷന്റെ ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതായത് പ്രസിപ്പിറ്റേഷന്റെ എമൗണ്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട 5 ഹ്യൂമിഡിറ്റി പ്രൊവിൻസിനെയും 20 സബ് കാറ്റഗറി ആക്കിയിട്ട് അദ്ദേഹം ക്ലാസിഫൈ
ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത് തെർമൽ എഫിഷ്യൻസി ആണ്. അപ്പോൾ തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം ചെയ്തത് ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെയാണോ അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏകദേശം ഇക്വേഷൻസും വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തെർമൽ എഫക്റ്റീവ്നെസ് റേഷ്യോ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, T/E റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ T/32/4 ആണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 32/4 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്കൊരു വാല്യൂ കിട്ടുന്നു, അതിനെ ഫാരൻഹീറ്റിൽ നിന്നും സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 32 എന്നുള്ളൊരു ഇത്. ദെൻ 4 എന്ന് പറയുന്നത് നമ്മുടെ മുന്നേ 11.5ഉം 10/9ഉം ഒക്കെ ഉപയോഗിച്ചതുപോലെ തന്നെ ആ ഒരു ഇക്വേഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ് 4 എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇവിടെ ആദ്യം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ T എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻ മന്ത്ലി ടെമ്പറേച്ചർ ആണ്. അപ്പോൾ തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം തെർമൽ എഫിഷ്യൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഓരോ മാസത്തിലെയും മീൻ മന്ത്ലി ടെമ്പറേച്ചർ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ആ ഒരു 12 മന്തിൻ്റെയും ഒരു T/E റേഷ്യോസിൻ്റെ സമ്മിനെയാണ് തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തെർമൽ എഫക്റ്റീവ്നെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോ മാസത്തിൻ്റെയും മീൻ മന്ത്ലി ടെമ്പറേച്ചർ ഡിഗ്രി ഫാരൻഹീറ്റിൽ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ എന്ത് ചെയ്യുന്നു, സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തു. തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് എന്ന് പറയുമ്പം ഓരോ മാസത്തിൻ്റെയും തെർമൽ എഫക്റ്റീവ്നെസ് റേഷ്യോയുടെ ആകെത്തുകയാണ് തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ മാസത്തിൻ്റെയും തെർമൽ എഫക്റ്റീവ്നെസ് റേഷ്യോയുടെ ആകെത്തുകയാണ് തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും 6 തെർമൽ എഫിഷ്യൻസി പ്രൊവിൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഓക്കെ, ടെമ്പറേച്ചർ പ്രൊവിൻസ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. അത് തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തത് ഓരോ മാസത്തിലെയും തെർമൽ എഫിഷ്യൻസി റേഷ്യോയുടെ 12 മന്തിൻ്റെ ആകെത്തുക എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് ട്രോപ്പിക്കലാണ്. അവിടെ തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് എന്ന് പറയുന്നത് 127 ആണ്. B മെസോതേർമൽ 64 to 127. C മൈക്രോ തേർമൽ 32 മുതൽ 63 വരെയാണ് ടെമ്പറേച്ചർ വരുന്നത്. ടൈഗയിൽ 16 to 31. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുൻഡ്രയാണ്, 1 to 15 ഇതിനകത്ത് വരുന്നത്. ഫ്രോസ്റ്റ് റീജിയണിൽ 0 ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തോൺവൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ മുന്നേ പഠിച്ച 5 പ്രൊവിൻസുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ടെമ്പറേച്ചർ പ്രൊവിൻസുമാണ് മിക്കവാറും എല്ലാ എക്സാമുകളിലും കണ്ടിട്ടുള്ളത്. ഈവൻ കഴിഞ്ഞ നെറ്റ് എക്സാമിന് പോലും ഈ ടെമ്പറേച്ചർ പ്രൊവിൻസിനെ അതിൻ്റെ എഫിഷ്യൻസി ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും തോൺവെയ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ 2 ഇൻഡെക്സിനെ നമ്മൾ മുന്നേ പഠിച്ചൊരു ക്ലാസിഫിക്കേഷനും ഇപ്പോൾ പഠിച്ച ക്ലാസിഫിക്കേഷനെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി 1931 ഈ ഒരു ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ഏകദേശം ഒരു 32 ക്ലൈമറ്റിക് ക്ലാസസ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പ്രസിപ്പിറ്റേഷൻ എഫക്റ്റീവ്നെസ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 5 ഹ്യൂമിഡിറ്റി പ്രൊവിൻസിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ദെൻ പ്രസിപ്പിറ്റേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഓരോ സീസണിലുമുള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 4 ഹ്യൂമിഡിറ്റി സബ് ക്ലാസസ് RS അങ്ങനെയുള്ള ഹ്യൂമിഡിറ്റി സബ് ക്ലാസസ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തെടുത്തു. ദെൻ തെർമൽ എഫിഷ്യൻസിയെ ബേസ് ചെയ്തുകൊണ്ട് 6 തെർമൽ പ്രൊവിൻസ് ക്ലാസിഫൈ ചെയ്തെടുത്തു. ദെൻ അതിൽ നിന്നും 32 ക്ലൈമറ്റിക് ക്ലാസ്സുകൾ വേൾഡ് ലെവലിലുള്ള ക്ലൈമറ്റിൻ്റെ 32 ക്ലൈമറ്റിക് ക്ലാസ്സസ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AAR ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ് വിത്ത് അഡിക്വേറ്റ് റെയിൻഫോൾ ഇൻ ഓൾ സീസൺ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ക്ലാസ്സിനെയും കൂടി ചേർത്തിട്ട് ഏകദേശം 32 ക്ലാസ്സുകളാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തെടുത്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ്. A എന്നാൽ എന്താണ്, B എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, D എന്താണ്, C എന്താണ്, അവിടെയുള്ള അത് മെസോതേർമലാണോ മൈക്രോ തേർമലാണോ ടൈഗയാണോ തുൻഡ്രയാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ 32 ക്ലാസിഫിക്കേഷനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
ഇതാണ് തോൺവെയ്റ്റിൻ്റെ ഫസ്റ്റ് സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്കീം ഓഫ് ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്കീമാണ്. 1948 സെക്കൻഡ് സ്കീം വരുന്നത്. ഇത് മിക്കവാറും എക്സാമുകൾക്ക് ഈ ഒരു ഇയർ ചോദിച്ചിട്ടുണ്ട്. ദെൻ 1955 ഇത് റിവൈസ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനകത്ത് അദ്ദേഹം ചെയ്തത് പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അതായത് പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയുമ്പം ആ ടേം നമ്മളൊന്ന് ബ്രോക്ക് ചെയ്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ഒരു വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എവിടെ നിന്നും? സോയിലോ റിവറോ ലേക്കിൽ നിന്നൊക്കെ കൺവേർട്ട് ചെയ്യുന്നു. ട്രാൻസ്പിരേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റിൻ്റെ ലീവ്സിൽ നിന്നും വാട്ടർ വേപ്പർ വരുന്നതിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് വിളിക്കുന്നത്. സോ പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാട്ടർ ബോഡീസിൽ നിന്നും സോയിൽ സർഫേസിൽ നിന്നും അതുപോലെ തന്നെ വെജിറ്റേഷനിൽ നിന്നും ഈ ഒരു മോയ്സ്ചർ കണ്ടന്റ് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തെർമൽ എഫിഷ്യൻസിയുടെ ഒരു ഇൻഡെക്സ് ആയിട്ടാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്, പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ടെമ്പറേച്ചർ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം ഇപ്പോൾ ഓരോ പ്ലേസിലും ടെമ്പറേച്ചർ കിട്ടുന്ന ടെമ്പറേച്ചർ പ്ലേസ് ടു പ്ലേസിലും ടൈം ടു ടൈമിലും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തിൻ്റെയും മീൻ മന്ത്ലി ടെമ്പറേച്ചർ എടുത്തു. ദെൻ ആ ഒരു മന്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ ഓരോ ദിവസത്തിലെയും സൺഷൈൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ്റെ പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്താണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഓക്കെ, അതായത് ഒരു മീൻ മന്ത്ലി ടെമ്പറേച്ചർ അനലൈസ് ചെയ്യുന്നു. ആ മാസത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ അവിടുത്തെ സൺഷൈൻ്റെ ഡ്യൂറേഷനെയും അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അദ്ദേഹം സ്കീം ഓഫ് ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെർമൽ റെജിമുകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ തെർമൽ റെജിമുകൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ ടെമ്പറേച്ചർ എത്രയാണ്, സെൻറ്റിമീറ്ററിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ എബോ 114 എന്നുണ്ടെങ്കിൽ അതിനെ മെഗാ തെർമൽ എന്ന് വിളിക്കുന്നു. സിമ്പൽ എ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി 114 to 99.7 ആണെങ്കിൽ അത് മെസോ തെർമൽ ആണ്, B4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 99.7 മുതൽ 85.5 വരെയാണ് ആനുവൽ ആയിട്ടുള്ള ഇതെന്ന് ടി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മെസോതേർമൽ എന്ന് തന്നെയാണ് വിളിക്കുക. B3 കാറ്റഗറിയിലാണ് അതിനെ കൊണ്ടുവരുന്നത്. 85.5 മുതൽ 71.2 ആണെങ്കിൽ മെസോതേർമൽ ആണ്, B2 ഇൻഡെക്സിലാണ് കൊണ്ടുവരുന്നത്. ദെൻ 71.2 മുതൽ 57 വരെ ആണെങ്കിൽ മെസോതേർമൽ ആണ്, B1 ആണ്. ഇനി 57 മുതൽ 42.7 ആണെങ്കിൽ മൈക്രോതേർമൽ ആണ്, C2 സിമ്പലാണ് കൊടുത്തിട്ടുള്ളത്. 42.7 മുതൽ 28.5 വരെ ആണെങ്കിൽ അത് മൈക്രോതേർമൽ ആണ്, C1 ആണ്. 28.5 മുതൽ 14.2 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് തുണ്ട്രയാണ്, D ആണ് സിമ്പൽ കൊടുത്തത്. ഇനി 14.2നും കുറവായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഫ്രോസ്റ്റ് റീജിയൻ ആണ്, E ആണ് അതിൻ്റെ സിമ്പലായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം സ്കീം ഓഫ് സപ്ലിമെൻ്ററി ക്ലാസിഫിക്കേഷൻ ഓഫ് തെർമൽ എഫിഷ്യൻസി ബേസ്ഡ് ഓൺ SETE പെർസെൻറ്റേജസ് എന്നാണ്. അതായത് സമ്മർ കോൺസെൻട്രേഷൻ ഓഫ് തെർമൽ എഫിഷ്യൻസി എന്നുള്ളതാണ് ഈ SETE എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, സമ്മർ കോൺസെൻട്രേഷൻ ഓഫ് തെർമൽ എഫിഷ്യൻസി എന്നുള്ളതാണ്. അപ്പോൾ ഇത് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസത്തെ തെർമൽ എഫിഷ്യൻസിയുടെ ആകെത്തുക എടുക്കുന്നു. ദെൻ അതിനെ ഇൻറ്റു 100 ബൈ ടോട്ടൽ ആനുവൽ PE വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 3 മാസത്തെ ഒരു ആവറേജ് ആയിട്ടുള്ള തെർമൽ എഫിഷ്യൻസി എടുത്തതിന് ശേഷം അതിനെ ടോട്ടൽ ആനുവൽ PE വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള സമ്മർ കോൺസെൻട്രേഷൻ ഓഫ് തെർമൽ എഫിഷ്യൻസിയെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻഡെക്സ് കൊണ്ടുവന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഇത് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് മാത്രം പോയാൽ മതി എന്നുള്ളതാണ്. ഇനി തോൺവെയ്റ്റിൻ്റെ മോയ്സ്ചർ റെജിമിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ മോയ്സ്ചർ റെജിമിൻ്റെ ക്ലാസിഫിക്കേഷൻ അദ്ദേഹം കൊണ്ടുവരുന്നത് എറിഡിറ്റി ഇൻഡെക്സിൻ്റെ ബേസിലാണ്. അതായത് അരിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പം ആനുവൽ ആയിട്ടുള്ള വാട്ടർ ഡെഫിസിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ആനുവൽ പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ്റെ ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ എറിഡിറ്റി നമ്മൾ കണ്ടുപിടിച്ചത് ആനുവൽ വാട്ടർ ഡെഫിസിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ആനുവൽ PE ആണ്. ഇനി ഹ്യൂമിഡിറ്റി ഇൻഡെക്സും കൂടി കണ്ടുപിടിച്ചു. ഓക്കെ, ആദ്യം
ഇവിടെ മോയ്സ്ചർ ഇൻഡെക്സ് അദ്ദേഹം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം എരിഡിറ്റി ഇൻഡെക്സ് കണ്ടുപിടിച്ചു, ദെൻ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നു. ഹ്യൂമിഡിറ്റി ഇൻഡെക്സിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഫോർമുല എന്ന് പറയുന്നത് ആനുവൽ വാട്ടർ സർപ്ലസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ആനുവൽ PE എന്നുള്ളതാണ്. ദെൻ ഈ എരിഡിറ്റി ഇൻഡെക്സും ഹ്യൂമിഡിറ്റി ഇൻഡെക്സും യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഡെക്സ് ഓഫ് മോയ്സ്ചർ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ IM ആണ് ഇൻഡെക്സ് ഓഫ് മോയ്സ്ചർ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഓഫ് മോയ്സ്ചർ കണ്ടുപിടിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത് IH മൈനസ് IA ആണ്. ഓക്കെ, അതായത് IM എന്ന് പറയുമ്പം ഇൻഡെക്സ് ഓഫ് മോയ്സ്ചർ ആണ്, ദെൻ ഇൻഡെക്സ് ഓഫ് ഹ്യൂമിഡിറ്റി ആണ് IH, IA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് എറിഡിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് അദ്ദേഹം മോയ്സ്ചർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ഇതിന് സിമ്പൽ കൊടുക്കുന്നു. R എന്ന് പറയുന്ന ഒരു സിമ്പൽ ഉണ്ട്. ഇത് ലിറ്റിൽ ഓർ നോ മോയ്സ്ചർ ഡെഫിസിറ്റ് ആണ്. ഇൻഡെക്സ് വരുന്നത് 0 to 16.7 ആണ് വരുന്നത്. ഓക്കെ, S സമ്മർ ഡെഫിസിറ്റ് ആണ്, 16.7 മുതൽ 33.3 ആണ്. W എന്ന് പറയുമ്പം വിന്റർ ഡെഫിസിറ്റ് ആണ്, 16.7 33.3 മുതലാണ് എറിഡിറ്റി ഇൻഡെക്സ് ഇതിനിടയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇനി S2 സമ്മർ ഡെഫിസിറ്റ് ആണ്, 33.3 പ്ലസ് ആണെങ്കിൽ സമ്മർ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. ഇനി W2 എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്, അത് വിന്റർ ഡെഫിസിറ്റ് ആണ്. ഇവിടെയും എറിഡിറ്റി ഇൻഡെക്സ് 33.3 പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇനി ഡ്രൈ ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് വരുന്നത്, ഓക്കെ, ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് വരുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഡ്രൈ ക്ലൈമറ്റിൻ്റെ ഒരു സിറ്റുവേഷനിൽ വിന്റർ സർപ്ലസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ 0 to 10 ആണ്. വിന്റർ മോയ്സ്ചർ സർപ്ലസ് ആണെങ്കിൽ 10 to 20 ആണ് ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് വരുന്നത്. W എന്ന് പറയുമ്പം സമ്മർ മോയ്സ്ചർ സർപ്ലസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് 10 to 20 ആണ് വരുന്നത്. S2 ആൻഡ് W2 എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. ഇത് വിന്റർ മോയ്സ്ചർ സർപ്ലസ് ആണെങ്കിൽ S2 ആണ്, 20 പ്ലസ് ആണ് ഇവിടെ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് വരുന്നത്. W2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ മോയ്സ്ചർ സർപ്ലസ് ആണ്, ഇവിടെ 20 പ്ലസ് ആണ് ഇൻഡെക്സ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഹ്യൂമിഡിറ്റി പ്രൊവിൻസിനെയും തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സിനെയും ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നു. A മെഗാ തെർമൽ ആണ്, 114 ആണ് തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് വരുന്നത്, ഓവർ 114 ആണ്. B4 മെസോതെർമൽ ആണ്, 99.7 to 114 വരെ. B3 മെസോതെർമൽ തന്നെയാണ്, 60 to 80 വരുന്നുണ്ടെങ്കിൽ അതിനെ B3 എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, B2 മെസോതെർമൽ തന്നെയാണ്, 40 to 60ന്റെ കാറ്റഗറിയിൽ വരുന്നതിന് B2 മെസോതെർമൽ എന്ന് വിളിക്കുന്നു. ദെൻ 57 to 71.2 വരെയാണ് തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് വരുന്നതെങ്കിൽ അത് B1 മെസോതെർമലിലാണ് വരുന്നത്. ദെൻ C2 മൈക്രോ തെർമലിൽ വരുന്ന ഹ്യൂമിഡിറ്റി പ്രൊവിൻസുകൾക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 0 to 20 ആയിരിക്കും. ഇനി C1 മൈക്രോ തെർമലിൽ വരുന്ന ഹ്യൂമിഡിറ്റി പ്രൊവിൻസുകൾക്ക് തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് എന്ന് പറയുന്നത് -20 മുതൽ 0 വരെ ആയിരിക്കും. D എന്ന് പറയുന്നത് തുണ്ട്ര റീജൺ ആണ്, -40 മുതൽ -20 വരെയാണ് ഇവിടെ തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സ് വരുന്നത്. E എന്ന് പറയുന്നത് ഫ്രോസ്റ്റ് റീജൺ ആണ്, ഇവിടെ -60 മുതൽ 40 വരെയാണ് അവിടുത്തെ ഇൻഡെക്സ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഹ്യൂമിഡിറ്റി പ്രൊവിൻസും അവിടുത്തെ മോയ്സ്ചർ ഇൻഡെക്സും എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പെർ ഹ്യൂമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ 100 ആയിരിക്കും മോയ്സ്ചർ ഇൻഡെക്സ്. ഇനി ഹ്യൂമിഡ് റീജിയന് B4 എന്നാണ് കാണിക്കുന്നത്, 80 to 100 ആണ് മോയ്സ്ചർ ഇൻഡെക്സ്. B3യും ഹ്യൂമിഡ് ആണ്, പക്ഷെ അവിടെ മോയ്സ്ചർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു 60 to 80 മാത്രമേ വരൂ. B2 എന്ന് പറയുന്നതും ഹ്യൂമിഡ് തന്നെയാണ്, അവിടെ 40 to 60 വരൂ മോയ്സ്ചർ ഇൻഡെക്സ്. B1 എന്ന് പറയുന്നതും ഹ്യൂമിഡ് ആണ്, 20 to 40 ആയിരിക്കും ഇവിടുത്തെ മോയ്സ്ചർ ഇൻഡെക്സ്. C2 എന്ന് പറയുന്നത് മോയ്സ്റ്റ് സബ് ഹ്യൂമിഡ് ആണ്, 0 to 20 ആണ് മോയ്സ്ചർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. C1 എന്ന് പറയുന്നത് ഡ്രൈ സബ് ഹ്യൂമിഡ് ആണ്, -20 മുതൽ 0 വരെയാണ് മോയ്സ്ചർ ഇൻഡെക്സ്. D എന്ന് പറയുന്നത് സെമി എറിഡ് ആണ്, -40 മുതൽ -20 വരെയാണ് മോയ്സ്ചർ ഇൻഡെക്സ് വരുന്നത്. E എന്ന് പറയുന്നത് എറിഡ് ആണ്, -60 മുതൽ -40 വരെയാണ് മോയ്സ്ചർ ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് തോൺവൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഇന്ത്യയുടെ ക്ലാസിഫിക്കേഷൻ തോൺവൈറ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർ ഹ്യൂമിഡ് റീജിയൻ അല്ലേ, അതായത് ഏകദേശം 100-നേക്കാളും മോയ്സ്ചർ ഇൻഡെക്സ് വരുന്ന റീജൻസിനെയാണ് പെർ ഹ്യൂമിഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗങ്ങളും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ ഭാഗങ്ങളുമാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ട്. ഇപ്പോൾ കോപ്പൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞതുപോലെ ഒരു ഡ്രൈ റീജിയൻ ആണെങ്കിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ റീജിയനും അവിടുത്തെ തെർമൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള മോയ്സ്ചർ ഇൻഡെക്സ് നമുക്ക് അറിയാമെങ്കിൽ ഇന്ത്യയുടെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഹ്യൂമിഡ് റീജിയൻ എന്ന് പറയുമ്പം ഈ പെർ ഹ്യൂമിഡ് റീജിയൻ്റെ അഡ്ജോയിനിങ് ആയിട്ട് കാണപ്പെടുന്ന ഏരിയയാണ് ഹ്യൂമിഡ് റീജിയൻ ആയിട്ട് പറയുന്നത്. മോയിസ്റ്റ് സബ് ഹ്യൂമിഡ് എന്ന് പറയുന്ന സമയത്ത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു നാരോ ബെൽറ്റിനെയാണ് മോയിസ്റ്റ് സബ് ഹ്യൂമിഡ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഈസ്റ്റേൺ ഇന്ത്യയും വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒറീഷയുടെ ഭാഗങ്ങളും ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ
ഡ്രൈ സബ് ഹ്യൂമിഡ് റീജിയൻസ് എന്ന് പറയുമ്പം ഗംഗാ ബേസിൻ്റെ നാരോ ബെൽറ്റും നോർത്തേൺ നാരോ ബെൽറ്റും അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് ജാർഖണ്ഡിൻ്റെ ഭാഗങ്ങളും ദെൻ വെസ്റ്റേൺ മഹാരാഷ്ട്ര ആൻഡ് സദേൺ ഗുജറാത്തിൻ്റെ ഭാഗങ്ങളുമാണ് ഡ്രൈ സബ് ഹ്യൂമിഡ് റീജിയൻസിൽ വരുന്നത്. സെമി എറിഡ് ക്ലൈമാറ്റിക് റീജിയൻസിൽ വരുന്നത് പഞ്ചാബ് ആൻഡ് ഹരിയാനയുടെ പാർട്ടും രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ തെലുങ്കാന തുടങ്ങിയ മേഖലകളിൽ തെലുങ്കാന തുടങ്ങിയ മേഖലകളുടെ ഈസ്റ്റേൺ പാർട്ടുമാണ്. ദെൻ വെസ്റ്റേൺ പാർട്ട് ഓഫ് തമിഴ്നാടും സെമി എറിഡ് ക്ലൈമാറ്റിക് റീജിയൻസിനകത്താണ് വരുന്നത്. ഇനി എറിഡ് ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തായിരിക്കും, ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വെസ്റ്റേൺ രാജസ്ഥാൻ്റെ ഭാഗങ്ങൾ, ഹിമാലയാസിൻ്റെ വെസ്റ്റേൺ റീജിയങ്ങളിലാണ് ഡ്രൈ റീജിയൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ റൈൻ ഷാഡോ റീജിയൻസും എറിഡ് റീജിയൻസ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ എറിഡ് ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ ഈ കാറ്റഗറിയിൽ വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ രാജസ്ഥാൻ, വെസ്റ്റേൺ ഹിമാലയാസ്, അതുപോലെ തന്നെ റെയിൻ ഷാഡോ സോൺ ഓഫ് വെസ്റ്റേൺ ഗഡ്സ് ആണ് വരുന്നത്. അതൊരു കണ്ടിന്യൂറ്റിയിൽ വന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ തോൺവൈറ്റിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് മോയ്സ്ചർ ഇൻഡെക്സ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ റെയിൻഫോൾ എന്തൊക്കെയാണ്, ഇപ്പം ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടുന്ന മേഖലയെ ഏത് സിമ്പൽ കൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ തെർമൽ എഫിഷ്യൻസി ഇൻഡെക്സും അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ്റെയും ഹ്യൂമിഡിറ്റിയെയും അദ്ദേഹം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തോൺവൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ തോൺവൈറ്റിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് മോയ്സ്ചർ അവൈലബിലിറ്റിയെയും തെർമൽ എഫിഷ്യൻസിയെയും ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിൻ്റെ വാട്ടർ ബാലൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ക്ലൈമറ്റിക് സ്യൂട്ടബിലിറ്റി ഫോർ വെജിറ്റേഷൻ ആൻഡ് അഗ്രികൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇത് സഹായകരമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.